ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാൻ കുറച്ച് മട്ടർ വേപ്പിച്ചെടുത്തിട്ടുണ്ട്. പീസ് ഉള്ളത് പിന്നെ ഫ്രഷാണ്, അപ്പോൾ അത് വേപ്പിച്ചെടുത്തതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഫ്രോസൺ അല്ല, ഫ്രഷ് വാങ്ങാൻ കിട്ടിയപ്പോൾ വാങ്ങിയിട്ട് വേപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു കപ്പ് ഗോതമ്പ് പൊടിയുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു റോൾ ഉണ്ടാക്കിയെടുക്കാനാണ്. ഇത് കോൺഫ്ലവർ, അത് എന്നിട്ട് അരക്കപ്പ് കോൺഫ്ലവർ ഉണ്ട്. അരക്കപ്പ് ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ കോൺഫ്ലവർ ഇല്ലെങ്കിൽ റവ ചേർത്താലും മതി കേട്ടോ. നമുക്ക് ഇതിന് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സാധാരണ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ചു വിടരുത്. അപ്പോൾ നമ്മളിങ്ങനെ പൊടിയിട്ട് കളിക്കേണ്ടി വരും. മൈദ ചേർത്തിട്ടും ഉണ്ടാക്കട്ടോ. ഗോതമ്പ് ചേർത്ത് ഒരു റോൾ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കാം. എന്നിപ്പോൾ കുറച്ച് വെള്ളം എൻ്റെ അടുത്ത് കൂടിപ്പോയി. ഇപ്പോൾ കുറച്ച് ഗോതമ്പാണ് ചേർത്ത് വെക്കാം. ടൈറ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. റോൾ ഉണ്ടാക്കാനാണ് ടൈറ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടു, ഇതുമാതിരി ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതുവരെ ഇരിക്കട്ടെ. നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിലേക്കുള്ള ഇതുവരെ കുറച്ച് സമയം ഒന്ന് മൂടി കൊടുക്കാം. ഉണങ്ങിപ്പോകാം. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യിലേക്കുള്ള മസാല കുറച്ച് സവാള ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നോമ്പ് ഉറക്കുമ്പോഴൊക്കെ നല്ലതാട്ടോ. നോമ്പില്ലാത്തവർക്കും ഉണ്ടാക്കാം. ഇത് കുരുമുളകിൻ പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി, ഇഞ്ചി കുറച്ച്, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച്, പച്ച ചോറാണ്. ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, മുളകിന് വേണ്ടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കുറച്ച് മഞ്ഞളിൻ്റെ പൊടി, ഇത് അധികം പൊടിക്കാത്ത മല്ലി നമ്മളിങ്ങനെ ഫ്രഷ് ചെയ്തെടുക്കും. അതിലേക്ക് ഉപ്പിട്ടെടുക്കാം. ഉപ്പ്, ഉരുളക്കിഴങ്ങ് ഇട്ടെടുക്കാം. നന്നായി ചേർത്തെടുക്കണം. കുറച്ച് ചെറുനാരങ്ങ വെച്ച്
പീസ് വെക്കാം. ഞാൻ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മസാല ചേർക്കാം. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് മുളകിന് വേണ്ടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കുറച്ച് മഞ്ഞളുടെ പൊടി, ഇത് അധികം പൊടിക്കാത്ത മല്ലി നമ്മളിങ്ങനെ ഫ്രഷ് ചെയ്തെടുക്കും പൊടിയാണ്. അതിലേക്ക് ഉപ്പിട്ടെടുക്കാം. ഉരുളയ്ക്കാൻ ഇട്ടെടുക്കാം. നന്നായി ചേർത്തെടുക്കണം. കുറച്ച് ചെറുനാരങ്ങ വെച്ച് പീസ് വെക്കാം. ഞാൻ ചേർത്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തെടുത്തിട്ട് ഇതൊന്ന് ചൂടാറിട്ടുണ്ട് കൊണ്ട് റോൾ ഉണ്ടാക്കാനുണ്ട്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കൈമ കുറച്ച് ഓയിൽ വയ്ക്കുക. ഓയിൽ ചെറിയ ചെറിയ റോളാക്കി എടുത്താൽ മതി. ഈ വലുപ്പത്തിലെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ റോളാക്കി എടുക്കുക. അപ്പോൾ തന്നെ അടുത്തത് എടുക്കുക. കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. നല്ലോണം ഉടച്ച് ചേർത്തെടുത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ചേർന്ന് വരും. ഇതുപോലെ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇനിയെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പൊടി വട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദ ഉപ്പിട്ട് കലക്കിയെടുക്കാം. ഇത് നമുക്ക് പരത്തിയെടുക്കാം. അതൊന്ന് മൂടി വെക്കണം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. അരിപ്പൊടിയോ എന്തെങ്കിലും പൊടി ഇട്ട് കൊടുത്താൽ മതി. അരിപ്പൊടി ഇട്ടാൽ കുറച്ചുകൂടി ക്രിസ്പി ഉണ്ടാവും. ഞാനിപ്പോൾ ഗോതമ്പത്തിൻ്റെ പൊടി ഇട്ടത് കേട്ടോ. ഇത് പരത്തിയെടുക്കുക. ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുക. ഞാനിതിനൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഉരുട്ടി വെച്ച ഉരുളയില്ലേ, അതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ അതിന് കണക്കായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഈ ഉരുളക്ക് കണക്കായിട്ട് കട്ട് ചെയ്യണേ. ഇതേമാതിരി ഈ ഉരുള എത്ര കൊണ്ടുണ്ട് വെച്ചാൽ അതിന് കണക്കായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഉരുള വെച്ചിട്ട് കണക്കാക്കി എടുക്കുക. കണ്ടോ? ഇതേപോലെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. കണക്കായിട്ട് ഉരുട്ടിയെടുക്കുക.
കണ്ടോ? ഇതേപോലെ നമുക്ക് നെക്സ്റ്റും ചെയ്തെടുക്കാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളൂ. അതുപോലെ തന്നെ ഇതും ഇതേപോലെ കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? ഈ രീതിക്ക് നമ്മൾ നേരത്തെ മടക്കിയ പോലെ തന്നെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതേപോലെ വീണ്ടും പരത്താനുണ്ട്. ഇനി പരത്തിട്ട ഇങ്ങനെ വലുതാക്കി പരത്തിയിട്ട് ഇതേപോലെ ഇങ്ങനെ മുറിച്ചിട്ട് ഓരോന്നോരോന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പണി എളുപ്പം കഴിയുന്നുണ്ടോ? ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങ് പോകുന്ന വെച്ചാൽ മതി. അപ്പോൾ എളുപ്പം പണി ചെയ്യും. ഇങ്ങനെ ചെയ്താലും മതിയേ. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി വലുതാക്കി പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കുക. രണ്ടോ മുക്കിയെടുത്തതാണ് ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കലക്കി വെച്ചിട്ട് ഇതേപോലെ മുക്കിയെടുത്താൽ ഫുള്ള് മുക്കണ്ട, സൈഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മുരിഞ്ഞ് വന്നാൽ നല്ലോണം വേണട്ടെ. തിരിച്ച് മറിച്ച് വെച്ച് കൊടുത്താൽ അപ്പോൾ ഇതായിട്ട് വന്നിട്ട് ഓയിലിന് പഴം പിന്നെ ഫുൾ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് വന്നു ഇതായിട്ട് നമുക്ക് അരക്കി വെക്കാം. ഫസ്റ്റ് ഇട്ട പോലെ തന്നെ മൈദയിലൊന്ന് മുക്കിയിട്ട് നമുക്ക് അരക്കി വെച്ചിട്ട് അതിൽ മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പൊരിച്ച് അങ്ങനെ അടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എന്താ ഇഷ്ടപ്പെടും അപ്പോൾ ലൈക്ക് ചെയ്യുക. നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ പൊരിക്കൂലേ, അപ്പോൾ അത് നിങ്ങളൊക്കെ ഒന്ന് പൊരിച്ച് നോക്കി. നോമ്പ് നോക്കുന്നവരും നോമ്പ് നോക്കാത്തവരും ഒക്കെ പൊരിച്ച് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.